സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ് നമ്മളൊന്നും നടന്നിട്ടല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാർഡ് കോർ പോയി, നിങ്ങൾ കണ്ടു. അപ്പോൾ പക്ഷേ ഈ വീഡിയോയിൽ നമ്മളൊന്ന് പൊളിക്കും. നമ്മൾ വീണ്ടും പുതിയ ഹാർഡ് കോർ തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് ഇത്രയും നാളൊക്കെ ഞാൻ പോയിട്ട് 3ാമത്തെ എപ്പിസോഡിൽ പോയിട്ടു. പക്ഷേ ഇതിൽ ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ക്രിയേറ്റ് പ്ലേ ആക്കണോട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇനി ഇത് സീസൺ 4 ആണ്, അല്ല സീസൺ 3 ആണ് ഗൈസ്. അപ്പോൾ ഇത് സീസൺ 3യിലെ ഫസ്റ്റ് എപ്പിസോഡാണ്. എല്ലാവരും കരുണ കാണിക്കുക. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ വെള്ളത്തിനുള്ളിലാണ് സ്പൂണായ. ഇതാരുടെ എന്നെ വെള്ളത്തിനുള്ളിൽ കൊണ്ടുപോയിട്ടെ. അതെന്തേലും ആവട്ടെ. അപ്പോൾ ഗൈസ് അടുത്തുള്ള വുഡ് മൈൻ ചെയ്യാൻ പോവാം. ഔട്ട്. എന്തൊരു ഗ്ലിച്ച് പോലെ, അത്രയും മേളിൽ നിന്ന് വീണിട്ടും ഒരു ഫോൾ ഡാമേജ് പോലും ഇല്ല. അതെന്തേലും ആട്ടെ ഗൈസ്, നമുക്ക് വേഗം വുഡ് മൈൻ ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ മൈൻക്രാഫ്റ്റ് പോലെ ആയിരിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇത് നമ്മൾ 15 വീഡിയോ എങ്കിലും ഇടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഗൈസ്. അപ്പോൾ ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി പംകിൻസ് ഫുഡിന് ആയെന്ന് തോന്നുന്നു. പംകിനെ കിട്ടത്തുള്ളൂ, കുഴപ്പമില്ല ഗൈസ്. പംകിൻ പൈ ഉണ്ടാക്കി തിന്നാം. അങ്ങനെയെങ്കിലും ഇത്തിരി ഫുഡ് കിട്ടുമല്ലോ. ഇപ്പം നമ്മളെ പുറകെ ഒരു ക്രീപ്പർ വന്നാൽ എന്ത് പറ്റും ഗൈസ്? ചത്തെന്ന് വിചാരിക്കാല്ലേ. അപ്പോൾ 11 പംകിനായി, 5 വുഡായി. പറ്റില്ല, നമുക്ക് ഇനി വുഡ് വേണം ഗൈസ്. നമുക്ക് ആ ട്രീ പോയി മൈൻ ചെയ്യാൻ പെട്ടെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് എന്നാ വലിയ റിവീന പൊളിച്ച്. ഇത് ഫുള്ള് റിവീനാണ് ഗൈസ്. ഞാൻ ഇത്രയും ഞാൻ അവിടുന്ന് ചാടി എനിക്ക് ഫോളോമേ എടുക്കൂല. അതെന്തിരട്ടെ ഗൈസ്, നമുക്ക് വേഗം വുഡ് മൈൻ ചെയ്യാം. ഗൈസ് വേഗം വുഡ് മൈൻ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. സ്റ്റിക്സ്, ഷുഗർ കെയിനും മുട്ടയും വേണം. സ്റ്റിക്സ്, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയായ ശരിക്കും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുന്നു. ഒരു ആക്സ്, പിന്നെ ഒരു പിക്കാക്സ്. എൻ്റെ ആദ്യത്തെ ഇര തന്നെ ഞാൻ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യത്തെ ബെഡ് ഉണ്ടാക്കാനുള്ള എൻ്റെ ഷീപ്പ്. അയ്യോ, ഷീപ്പ്. ഓക്കെ, ആദ്യത്തെ എൻ്റെ ഇര ഷീപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി എന്ത് ചെയ്യണം? സ്റ്റോൺ മൈൻ ചെയ്യണം. സ്റ്റോൺ ഇവിടെ വെയിറ്റ്, സ്റ്റോണിൻ്റെ പകരം ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഷെടാ പൊളി റിവീൻ, അല്ല പൊളി പ്ലെയിൻസ് ബയോ പൊളിച്ച്. ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ടോ? നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു. എൻ്റെ 2ാമത്തെ ഇര അവിടെ സുഖിക്കുന്നു. ഹലോ, നമ്മളിതിൽ ഡ്രൗണ്ട് ആവരുത്. നോട്ട് ഞാനിപ്പോൾ 3 സോംബി ആവുന്ന സൗണ്ടല്ലേ കേട്ടെ. കർത്താവേ, ഞാനിതെന്തു ഇത് വന്ന് കയറിയപ്പോഴേ ചാവുമോ? അടുത്തുള്ളതുണ്ടോ? എനിക്ക് ഗ്രാസ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് നമ്മുടെ ക്രീപ്പറാണ്.
അപ്പോൾ നമ്മൾ സ്റ്റോണിൻ്റെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ മെൻ ചെയ്യാം. സ്റ്റോൺ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ എടുക്കാം. കുറേ സ്റ്റോൺ വേണം. അയണൊക്കെ കണ്ടുപിടിക്കണം ഗൈസ്. പിന്നെ ഞാൻ എന്തിനിപ്പോൾ കുഴിച്ചു വന്നു? ഞാൻ ഇതുവഴി ഒന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാനൊരു സ്റ്റുപ്പിഡാവുകയാണ് ഗൈസ്. അയ്യോ, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാനിവിടെ കണ്ടായിരുന്നല്ലോ. സ്കെലട്ടൻ ചാവുന്ന സൗണ്ടല്ലേ അത്? എൻ്റെ അടുത്തുനിന്ന് എവിടെ പേടിപ്പിക്കല്ലേ? യെസ് ഗൈസ്, നമ്മുടെ മൂന്നാമത്തെ ഷീപ്പിൻ്റെ ഓക്കെ 3 നമുക്ക് ബെഡ് ഉണ്ടാക്കാറായി. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം. സെറ്റാണ്. രാത്രി സർവൈവ് ചെയ്യാം. എന്താ അപ്പോൾ നമുക്ക് കുറേ എടീ പന്നിയാണ് ചാവാത്ത. ഓക്കെ ഗൈസ്, ഇവിടെ കണ്ട് ഞാൻ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അതവിടെ. ഞാൻ വേഗം ഒന്ന് പോയി ഇതെല്ലാം ഒന്ന് മാറ്റട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ബെഡ് വേണം. പിന്നെ സ്റ്റോൺ ആക്സ് വേണം. പിന്നെ സ്റ്റോണിൻ്റെ പിക്കാക്സ് വേണം. സ്റ്റോണിൻ്റെ പിക്കാക്സ് ഇവിടെ. ഓൾഡ് ടൂൾസ് എല്ലാം ഇവിടെ. ഒരു ഹോൾ ഇവിടെ. ഇതെല്ലാം ഇവിടെ പോട്ടെ. ഓക്കെ, ഇനി ഇത് എൻ്റെ കയ്യിൽ. ഇനി നമ്മൾ നമ്മളതിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മളതിൻ്റെ അടുത്തോട്ട് പോരുത്. തുടക്കത്തിൽ ഒരു ഗിയറും ഇല്ലാതെ ഒരു പച്ച പുൽച്ചാടിയുടെ അടുത്തേക്ക് നമ്മൾ പോയാൽ നമ്മളെയാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പരിസരത്തോട്ട് പോരുത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി. ഈ ഗെയിമിൽ നമ്മളൊരു പച്ച പുൽച്ചാടിയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോരുത്. അതും നല്ല ഗോൾഡ് ആർമറാണെങ്കിലോ ധൈര്യമായിട്ട് പോയി നിന്നോ, അത് ഊമ്പിക്കോളും. പക്ഷെ അല്ലെങ്കിലോ നമ്മൾ ഊമ്പും. കഴിഞ്ഞ പ്രാവശ്യം ഹാഫ് ഹെൽത്ത് ആക്കിയത് ആ സാധനം തന്നെ. എനിക്കിപ്പോൾ ആ സാധനത്തിനെ കാണുന്നത് തന്നെ പേടിയാണ്. എന്നും കുറച്ച് ഫുഡൊക്കെ മൈൻ ചെയ്ത് ഒരു കുഞ്ഞ് സ്ഥലം ഉണ്ടാക്കണം. അവിടെ പോയി താമസിക്കണം. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. അവിടെ പോയി എന്തെങ്കിലും ഉണ്ടോ സെർച്ച് ചെയ്യാം ഗൈസ്. അവിടെ മാഗ്മയൊക്കെ. അയ്യോ, സ്റ്റക്കായില്ലല്ലോ. ഇപ്പോൾ ഗൈസ് നമ്മളത് ആ ഐലൻഡിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വേറെ ഐലൻഡിൽ വരെ വന്നേ. നമുക്ക് ഈ പശുക്കളെല്ലാം കൊല്ലാം ഗൈസ്, ഫുഡിന്. നമ്മൾ 2 പശുക്കളെ കൊന്നു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇതെന്തോന്നടെ ഗുണാക്കേവാ? കണ്ടപ്പോഴേ മനുഷ്യൻ്റെ സ്ക്രീൻ ലാഗടി. വല്ല അയണും ഉണ്ടോ ഇതിന്? നമ്മുടെ ടോർച്ചിന് ഇതുവരെ കോള് കണ്ടുപിടിച്ചില്ല ഗൈസ്. അമ്പട ഓമ്പി. നമുക്ക് അവിടെ കുറേ ഡേഞ്ചറാണ് ഗൈസ്. അങ്ങോട്ട് പോയാൽ നമ്മൾ ചമ്മും. അതൊരു കാര്യം. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നിർത്തിയിട്ട് വേറെ ഹാർഡ് കോർ തുടങ്ങും, അത്രേ ഉള്ളൂ. ഇത് വീണ്ടും പശുമാമകൾ എല്ലാത്തിനെയും കണ്ണി കാണുന്ന എല്ലാത്തിനെയും കൊല്ലും ഗൈസ് ഫുഡിന്. ഓക്കെ സെറ്റ് ഗൈസ്. അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സ്മെൽറ്റ് ചെയ്യണം. അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് തിന്നട്ടെ. ഒട്ടും വയ്യാതളക്കമാണ്.
ഓക്കെ, നമ്മൾ ഫുൾ ഹെൽത്തായി. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെയുണ്ട്. വേഗം തന്നെ നമുക്കൊരു ഫർണേസ് ഉണ്ടാക്കാം. ഓ ഷിറ്റ്, എൻ്റെ കയ്യിൽ കോബിൾ സ്റ്റോൺ തീർന്നു പോയി. കുഴപ്പമില്ല, ഇതിങ്ങനെ വെക്കുന്നു, ഇങ്ങോട്ട് വെക്കുന്നു, ഇതിങ്ങോട്ട് വെക്കുന്നു. അപ്പോൾ ഒരു സംഭവമായി. നമ്മൾ നേരത്തെ കണ്ട റിവ്യൂ എന്ത് ചെയ്യുക ഗൈസ്? ഓ ഷിറ്റ് 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 മൈൻഡ് ചെയ്യുക. ഗായ്സ് വേഗം വരും, ബെഡ് എടുക്കുക. ബെഡ് 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 എവിടെ? ആ ബെഡ് സെറ്റ് 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 സെറ്റ്. ഉറങ്ങ. രാത്രിയായി, ഉറങ്ങ. ബ്രദർ ഉറങ്ങടാ. സൂര്യൻ അസ്തമിച്ചു. ഉറങ്ങ. ആ ഉറങ്ങി. എൻ്റെ പൊന്നു, മനുഷ്യൻ എത്ര കഷ്ടപ്പെടുന്നറിയോ ഒന്ന് രാവിലെ ആക്കാൻ അല്ലേ? ഇനി നമുക്ക് സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം എടുത്ത് വെക്കുക. എന്നിട്ട് എൻ്റെ കുക്ക്ഡ് മട്ടൻ ആട്ടെ. ആ സമയം കൊണ്ട് നമ്മളെന്തെങ്കിലും പരിപാടിയാണല്ലോ. കുക്ക്ഡ് മട്ടൻ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി കോബിൾ സ്റ്റോൺ പോയി മൈൻ ചെയ്യാം. ഇവിടെ വന്ന് പുറകിൽ നിന്ന് പൊട്ടിക്കുന്ന ആ ക്രീപ്പർ പുറകിലുണ്ടാവരുതേ ദൈവമേ, ചാവില്ലെങ്കിൽ. ഹാർഡ് കോറാണ്, എല്ലാം നശിച്ചു പോവും. അയ്യോ ക്രീപ്പർ, എനിക്കിപ്പോൾ എഴുതിയാൽ അവിടെ ഈ ഗ്രാസ് പൊട്ടിക്കുന്ന സൗണ്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുമ്പം എല്ലാ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സും വിചാരിക്കും പോലെ ഒരു ക്രീപ്പർ ഉണ്ടെന്ന്. പക്ഷെ അത് ശരിക്കും ഗ്രാസ് പൊട്ടിക്കുമ്പോൾ എനിക്കതാണ് ഏറ്റവും വലിയ പേടിയാണ്. ഏറ്റവും വലിയ പേടി അതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ബൈ.